ഒരു ബ്ലാക്ക് മാർക്കർ എടുത്ത് ഞാൻ ആ ജേഴ്സിയിൽ ക്രിസ്ത്യാനോയുടെ പേരെഴുതി, 7-ാം നമ്പറും. അന്നൊരു ഒറിജിനൽ പ്രിന്റഡ് ജേഴ്സി വാങ്ങാനുള്ള കാശൊന്നും കയ്യിലില്ല. അതെൻ്റെ ആദ്യ ജന്മദിന സമ്മാനമായിരുന്നു, പേരെഴുതാത്ത ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുപ്പായം. പിന്നെ ആ ജേഴ്സി ഇട്ട് കളിക്കുമ്പോഴൊക്കെ ഞാൻ CR7 ആണ് എന്ന് ഉള്ളിൽ പറയും. എതിരാളികളെ വെട്ടിയൊടിഞ്ഞ് മുന്നോട്ട് കുതിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ഊർജം ഉള്ളിൽ സന്നിവേശിക്കപ്പെട്ടതുപോലെ തോന്നും. ഇന്നിതാ എൻ്റെ 19-ാം വയസ്സിൽ ഞാൻ സാന്റിയാഗോ ബെർണബ്യൂവിൽ പന്ത് തട്ടാൻ ഒരുങ്ങുകയാണ്. ഡിയോമൻ്റെ ഏറെ വൈകാരികമായാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. തൻ്റെ സ്വപ്നങ്ങളെ ഇത്ര വേഗത്തിൽ കയ്യെത്തിപ്പിടിക്കാനാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞ് ഉള്ളിൽ കരുതി കാണുമോ? സ്വന്തം പേര് പ്രിന്റ് ചെയ്ത റയൽ മാഡ്രിഡിന്റെ കുപ്പായം അണിഞ്ഞ് 10,000-കണക്കിന് മനുഷ്യരുടെ ആരവങ്ങൾക്കിടയിലേക്ക് കയറി ചെല്ലാനാകുമെന്ന് കിനാവ് കണ്ട് കാണുമോ? യാൻ ഡിയോമൻ്റെ ലോകകപ്പിന് ശേഷം ഫുട്ബോൾ സർക്കിളുകളിൽ നിറയെ ആ 19-കാരൻ്റെ പേരിങ്ങനെ നിറയുകയാണ്. PSG-യുടെ ഓഫർ മുന്നിലുണ്ട്. യൂറോപ്പിൽ ലൂയിസ് എൻറിക്കയ്ക്ക് കീഴിൽ ഒരു അതിശയക്കുതിപ്പ് നടത്തുകയാണവർ. തുടർച്ചയായി 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ. ലോക ഫുട്ബോളിലെ ഏറ്റവും ഒത്തിണക്കമുള്ളൊരു സംഘമായി ലൂച്ചോ അവരെ പരിവർത്തിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലോസ് ബ്ലാങ്കോസ് ആകട്ടെ കഴിഞ്ഞ 2 സീസണുകളിൽ കിരീടങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല. സാന്റിയാഗോ ബെർണബ്യൂ ഷെൽഫ് 2 വർഷക്കാലമായി ഒഴിഞ്ഞുകിടപ്പാണ്. പ്രതിസന്ധികളുടെ പുകച്ചുരുടുകൾ പല കൂടി പൊന്തിയ കൂടാരമാണത്. മോറിഞ്ഞോക്ക് ആ കൂടാരത്തെ പഴയപടിയാക്കാനാകുമോ എന്നൊന്നും അറിയില്ല. ഡിയോമൻ്റെ എന്നിട്ടും തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. റയൽ മാഡ്രിഡ് ഫോർ ഷുവർ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രോഫീസ്, ഇറ്റ്സ് അബൌട്ട് ലെഗസി. അങ്ങനെ സീസണിലെ റയൽ മാഡ്രിഡിന്റെ ഏറ്റവും വലിയ സൈനിങ്ങുകളിൽ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. ലഗാനസിൽ നിന്നും ലെപ്സിഗിലേക്ക്, ലെപ്സിഗിൽ നിന്ന് മാഡ്രിഡിലേക്ക്. ഒറ്റ വർഷം കൊണ്ട് ഡിയോമൻ്റെ അതിശയ വേഗത്തിൽ നടത്തിയ ഒരു ഫുട്ബോൾ സഞ്ചാരം അക്ഷരാർത്ഥത്തിൽ അയാളെ സംബന്ധിച്ച് ഒരു ഡ്രീം റൺ ആണ്. 120 മില്യണുള്ള മുതലൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഫ്ലോറന്റീനോ പെരസ് എന്ന ബിസിനസ്സുകാരനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു റയൽ മാഡ്രിഡ് ആരാധകർ. അയാൾ ലാഭക്കച്ചവടങ്ങൾക്ക് മുതിരാറുള്ളൂ എന്ന്. വിനീഷ്യസ് ജൂനിയറിനെയും ആഴ്സണലിനെയും ചുറ്റിപ്പറ്റിയുള്ള റൂമറുകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഡിയോമൻ്റെ ഡീൽ റയൽ ഏറെക്കുറെ ഉറപ്പിച്ചത്. ഇരു ടീമുകളും ഇതുവരെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ലെങ്കിലും ട്രാൻസ്ഫർ സാധ്യമാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. 2030 വരെയാണ് ലെപ്സിഗുമായുള്ള ഡിയോമൻ്റെ കരാർ. ലെപ്സിഗിനൊപ്പം തൻ്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറുന്നുണ്ട് ഡിയോമൻ്റെ. 33 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളും 9 അസിസ്റ്റുമാണ് ഡിയോമൻ്റെ പോയ സീസണിൽ കുറിച്ചത്. ആകെ നഷ്ടമായത് ഒറ്റ മത്സരം മാത്രം. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിനായി പോയതൊടിച്ചാൽ ലെപ്സിഗിനായി ലീഗിലെ മറ്റെല്ലാ മത്സരങ്ങളിലും കളത്തിലിറങ്ങി. ബുണ്ടസ് ലീഗിലെ യങ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം അരങ്ങേറ്റത്തിൽ തന്നെ തന്റെ ഷെൽഫിലെത്തിക്കുന്നുണ്ട് ഡിയോമൻ്റെ. ഡിയോമൻ്റെ ഡീൽ സംഭവിച്ചാൽ ലെപ്സിഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറായി മാറുന്നത്. 2023 ജോസ്കോ ഗോഡിയോളിനെ സിറ്റി ജർമ്മൻ ക്ലബിൽ നിന്ന് തട്ടകത്തിലെത്തിച്ചത് 90 മില്യൺ യൂറോക്കാണ്. ബെഞ്ചമിൻ സെസ്കോക്കായി യുണൈറ്റഡ് മുടക്കിയത് 76 മില്യൺ യൂറോയും. ഡിയോമൻ്റെ ഡീലിൽ അത് 120 കടക്കും. കഴിഞ്ഞ ലോകകപ്പിൽ ഐവറിക്കോസ് മുന്നേറ്റ നിരയിലെ നിർണായക സാന്നിധ്യമായിരുന്നു ഡിയോമൻ്റെ. വിശ്വവേദിയിൽ ഇക്കഡോറിനെതിരെയായിരുന്നു ഐവറിക്കോസിന്റെ ആദ്യ മത്സരം. ഡിയോമൻ്റെ ലോകകപ്പ് അരങ്ങേറ്റം. അരങ്ങേറ്റത്തിൽ അരങ്ങുപാടുന്നത് ശീലമാക്കിയ ഡിയോമൻ്റെ തേടി ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം എത്തുന്നുണ്ട്. ഇക്കഡോറിനെതിരെ 80 ടച്ചുകൾ, ക്രിയേറ്റ് ചെയ്തത് 5 ചാൻസുകൾ, വിൻ ചെയ്തത് 11 ഡ്യുവലുകൾ. മത്സരത്തിൽ ഉടനീളം ഇക്വഡോർ പ്രതിരോധത്തിന് വലിയ വെല്ലുവിളിയായി കളനിറയുന്നുണ്ട് ഡിയോമൻ്റെ. ഈ നൂറ്റാണ്ടിൽ ലോകവേദിയിലെ ആദ്യ 3 മത്സരങ്ങളിൽ 10-ലധികം ഡ്രിബിളുകളും 10-ലധികം ചാൻസുകളും ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യ താരമാണ് ഡിയോമൻ്റെ. ഗ്രൂപ്പ് ഘട്ടത്തിൽ 43 ഡ്രിബിളുകളാണ് ഐവറിക്കോസ് പൂർത്തിയാക്കിയത് എന്നോർക്കണം. കുറസാവോക്കെതിരായ നിർണായക മത്സരത്തിൽ നിക്കോളസ് പെപ്പയുടെ ഗോളിന് വഴിയൊരുക്കി അസിസ്റ്റ് ലിസ്റ്റിലും ഇടം പിടിക്കുന്നുണ്ട് താരം. ഒടുക്കം റൗണ്ട് ഓഫ് 32-ൽ നോർവേക്ക് മുന്നിൽ ഐവറിക്കോസിന്റെ പടയോട്ടം അവസാനിച്ചു. 18 മാസങ്ങൾക്ക് മുമ്പ് ഡിയോമൻ്റെ ഫ്ലോറിഡയിലെ DME സ്പോർട്സ് അക്കാദമിയുടെ താരമാണ്. 1.5 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള യങ് ടാലന്റായി മാറുന്നു. യൂറോപ്പിലെ ജയൻ ക്ലബ്ബുകൾ പലരുടെയും റഡാറിലെത്തുന്നു. സ്പാനിഷ് മണ്ണിലും ജർമ്മനിയിലും പന്ത് തട്ടുന്നു. ഒരിക്കൽ കൂടി ഇതാ സ്പാനിഷ് മണ്ണിലേക്ക് തിരിച്ചു പറക്കാൻ ഒരുങ്ങുന്നു. ലഗാനസ് ജേഴ്സികൾ റയൽ മാഡ്രിഡിനെതിരെയായിരുന്നു പ്രൊഫഷണൽ ഫുട്ബോളിൽ ഡിയോമൻ്റെ അരങ്ങേറ്റം. 1 വർഷം തികച്ചായിട്ടില്ല അവനിതാ റയലിന്റെ തൂവള്ളക്കുപ്പായത്തിൽ അവതരിക്കാൻ പോകുന്നുവെന്ന്. അപ്രതീക്ഷിത വേഗത്തിൽ ദിശകളെ മാറ്റിയുള്ള സിഗ്സാഗിംഗ് റൺസ്, അതിശയിപ്പിക്കുന്ന വേഗം, ഫിനിഷിംഗ്, ഇരു ഫ്ലാങ്കുകളിലും കളിക്കാനാകുന്ന വേഴ്സറ്റിലിറ്റി. ഡിയോമൻ്റെ കാലുകളിൽ ഒരു പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ പലതും കാണാം. പോയ സീസണിൽ ലെപ്സിഗിന്റെ മുന്നേറ്റങ്ങളിൽ വിങ്ങുകളിലൂടെയുള്ള കുതിപ്പുകൾ എതിരാളികൾക്ക് വലിയ അപകടം വിധിച്ചിരുന്നു. ബുണ്ടസ് ലീഗയിൽ അരങ്ങേറ്റ സീസണിൽ 118 ഡ്രിബിളുകളാണ് ഡിയോമൻ്റെ പൂർത്തിയാക്കിയത്. അതിൽ കൂടുതൽ ഡ്രിബിളുകൾ പൂർത്തിയാക്കിയ ഒരു താരം കഴിഞ്ഞ സീസണിൽ ജർമ്മൻ മണ്ണിലില്ല. ലെപ്സിഗിന്റെ കൗണ്ടർ അറ്റാക്കുകൾ പലതും ലോഞ്ച് ചെയ്യപ്പെട്ടത് ഡിയോമൻ്റെയിലൂടെയാണ്.
ഇരു ഫൂട്ടുകൾ കൊണ്ടും മനോഹരമായി ഫിനിഷ് ചെയ്യുന്ന ഡിയോമന്റെ റയൽ നിരയിലേക്കുള്ള ഏറ്റവും മികച്ച ആഡിംഗ് ആയിരിക്കും. ബുണ്ടസ്ലീഗയിൽ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉതിർത്ത താരങ്ങളിൽ ഒരാൾ ഡിയോമന്റെയാണ്. പെനാൾട്ടി ഏരിയയിൽ ഏറ്റവും കൂടുതൽ പന്തിൽ ടച്ച് നടത്തിയ താരങ്ങളുടെ കൂട്ടത്തിലും നിങ്ങൾക്ക് ആ പേര് കാണാം. കൂടുതൽ അസിസ്റ്റുകൾ പൂർത്തിയാക്കിയ താരങ്ങളുടെ പട്ടികയിലും കൂടുതൽ തവണ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തവരുടെ പട്ടികയിലുമൊക്കെ ആ 19-കാരനുണ്ട്. ഐവറി കോസ്റ്റിനായി 14 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ഡിയോമന്റെ ഇതിനോടകം 3 തവണ ദേശീയ കുപ്പായത്തിൽ വലകുലുക്കി കഴിഞ്ഞു. മുമ്പും വിശ്വവേദിയിൽ കളത്തിലിറങ്ങിയിട്ടുള്ള ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഗ്രൂപ്പ് റൗണ്ട് കടന്ന് നോക്കൌട്ട് പ്രവേശം ഉറപ്പിക്കുന്നത്. അതിൽ ഡിയോമന്റെ എന്ന 19-കാരന്റെ റോൾ ചെറുതായിരുന്നില്ല. പെരസിന്റെ ലോങ് പ്ലാനുകളിലേക്കാണ് ഡിയോമന്റെ കയറി ചെല്ലുന്നത്. ആ ഡീൽ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റയൽ ആരാധകർ.